ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിൻ്റെ സൗദിയുടെ ബോർഡറിൻ്റെ അടുത്തായിട്ടുള്ള അവസാന വഖൂദ് പെട്രോൾ സ്റ്റേഷനിലാണത്. അബു സുബ്ര പെട്രോൾ സ്റ്റേഷനിൽ, അതായത് നേരെ പുറകെ കാണുന്ന നമ്മുടെ ഖത്തർ സൗദി ബോർഡറാണ്. ഞങ്ങളൊരു യാത്ര പോകണം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും കുടുംബസഹിതം ഒരു യാത്ര പോകണം. എങ്ങോട്ടെന്നല്ല, പച്ചപ്പ് തേടിയിട്ട് പോവാണ്. വണ്ടി എടുത്തിട്ട് കേരളത്തിലേക്ക് പോകാനുള്ള ഒരു വകുപ്പൊന്നുമില്ല. അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ പോകാമെന്നുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നാട്ടിലേക്കല്ല, നേരെ ഒമാനിലെ സലാലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രാ വിവരണം അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദോഹയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗദി ബോർഡറിലെത്തും. ഖത്തർ ടു സൗദി ബോർഡർ. അങ്ങനെ സൗദി ബോർഡറിലെത്തി ഇനിയിപ്പോൾ എമിഗ്രേഷനിലേക്ക് പോകാൻ. അതിന് മുമ്പായിട്ട് ജസ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റക് മക്കാനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. സമയം എന്ന് പറഞ്ഞാൽ പുലർച്ചെ 4 മണിയായിട്ടുള്ളൂ. 4 മണിക്ക് 3 മണിക്ക് പുറപ്പെട്ട് 4 മണിയാകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ബോർഡറിലെത്തി. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നിസാൻ എക്സ്റ്റേറ വെച്ചിട്ടാണ്. വണ്ടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് സീറ്റിൽ 2 സീറ്റ് മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു എയർ ബെഡ് കൊടുത്തിട്ടുണ്ട്. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ കിടന്ന് പോകാനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഫുള്ള് ലഗേജ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ പെട്രോളും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 10 ലിറ്ററിൻ്റെ ഒരു ക്യാൻ വെക്കുമെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 47 റിയാലാണ് വരുന്നത് 10 ലിറ്ററിൻ്റെ. അപ്പോൾ ഒരു ക്യാൻ നിറച്ചും ഒരു പെട്രോളും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ദൂരെ യാത്ര പോവാണ്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. പെട്രോൾ പമ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പെട്രോൾ ക്യാനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട്. വൈഫ് ബാക്കിലിരിക്കുന്നുണ്ട്, മോന് മുമ്പിലിരിക്കുന്നുണ്ട്. 3 സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് അബു സുബ്ര ബോർഡറിൻ്റെ ഈ പെട്രോൾ പമ്പിൽ ലാസ്റ്റ് പെട്രോൾ പമ്പിൽ പെട്രോളൊക്കെ അടിച്ച് നേരെ ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് സൗദിയിലേക്ക് പോകാം. 1 മണിക്കൂർ നമ്മുടെ ഖത്തർ എമിഗ്രേഷനിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം അവിടുത്തെ സിസ്റ്റം ഡൗൺ ആണ്, എന്താണെന്ന് അറിയില്ല. നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ഓഫീസിലോട്ട് പോകാറില്ല. നമ്മൾ വണ്ടിയിൽ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പോകാറുള്ളത്. പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല, ഓഫീസിലോട്ട് പോകാൻ പറഞ്ഞു. എന്നെ മാത്രമല്ല, ഓൾറെഡി പോകുന്ന എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് 4:30 എത്തി. ഇപ്പോൾ 5:30 ആയി. 1 മണിക്കൂർ വെറുതെ അവിടെ പോയി. ഇപ്പോൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു, വണ്ടി ചെക്ക് ചെയ്തു. അതായത് ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മളിപ്പോൾ സൗദി എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഫ്രീലാൻഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി നേരെ സൗദി എൻ്റർ ചെയ്തിട്ട് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ എമിഗ്രേഷൻ സൗദിയുടെ സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു സൗദിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ സൗദി ഉള്ളിൽ ഒഫീഷ്യലായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് ഒമാനിലോട്ടാണ്. 10 ദിവസം ലീവിനാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരാഴ്ച കൂടുതലാവും. ഇൻഷുറൻസ് നമുക്ക് ഒരാഴ്ചത്തെ ഓപ്ഷൻ ഉണ്ട്, 2 ആഴ്ചത്തെ ഓപ്ഷൻ ഉണ്ട്, 1 മാസത്തെ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഒരാഴ്ചത്തെ ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ല, കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് എക്സ്പയർ ആയി പോകും. അങ്ങനെ 2 ആഴ്ചത്തെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ആഴ്ചത്തെ ഇൻഷുറൻസ് 230 റിയാലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൗദിയിൽ ഒഫീഷ്യലായിട്ട് കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഒമാൻ ലക്ഷ്യമായിട്ടാണ്. ഒമാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് സൗദി ബോർഡറിൽ നിന്ന് ഒമാൻ ബോർഡറിലേക്ക് ഏകദേശം 8-10 മണിക്കൂറത്തെ ബോട്ടുണ്ട്. രാവിലെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6 മണിയായി. ഇനി വൈകിട്ട് അല്ലെങ്കിൽ രാത്രി 6-7 മണിക്ക് നമ്മൾ എത്തുള്ളൂ. നമ്മളിപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന റൗണ്ടപ്പോട്ട് നേരെ പോയാൽ ദമാമിൽ. സാധാരണ നമ്മൾ ദമാമിലോട്ടാണ് സൗദിയിൽ നിന്ന് പോകാറുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ലെഫ്റ്റിലോട്ട് പോകുന്നത് ദുബായ്, ഒമാനൊക്കെ പോകാനുള്ള ഒരു റോഡാണത്. നമ്മൾ കഴിഞ്ഞ വർഷം ദുബായിലോട്ട് പോയത് ഇതേപോലെ ഈ റൗണ്ടപ്പോട്ട് ലെഫ്റ്റ് എടുത്തിട്ടാണ്. അത്തരത്തിൽ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോവാണ്. നമ്മൾ ഈ ഒമാൻ യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒമാനിൽ പോകുന്നത്. എൻ്റെ മുമ്പത്തെ വണ്ടി എടുത്തിട്ട് ഒമാൻ ഒഴികെ ബാക്കി എല്ലാ GCC കൺട്രിയിലും പോയിരുന്നു. വണ്ടി ഞാൻ പോയിട്ടില്ലെങ്കിലും ലാൻഡ് ക്രൂസർ, കുവൈത്ത് ഉൾപ്പെടെ എല്ലാ GCC കൺട്രിയിലും പോയിട്ട് ഒമാൻ പോയിട്ടില്ല. അപ്പോൾ ആ വണ്ടി കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഒമാനിലോട്ടാണ്. വഴിയൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ വഴിയൊക്കെ ഇങ്ങനെ ബോർഡിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഏകദേശം നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ബോർഡും കണ്ടു, ഒമാൻ ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ 10 ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം കൺഫേം ആണ് ഈ ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. സൗദിയിലോട്ട് കയറിയിട്ട് ഒമാൻ റോഡ് ഇങ്ങനെ പിടിച്ച് പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ പെട്രോൾ പമ്പ് കിട്ടി. അപ്പോൾ കാണുന്ന പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ട് പെട്രോൾ അടിക്കുക അല്ലാതെ വേറെ ഓപ്ഷനില്ല. കാരണം അറിയാത്ത റോഡുകളാണ്, എവിടെ പെട്രോൾ പമ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമ്മളിപ്പോൾ പെട്രോൾ പകുതിയോളം ഉണ്ട്, എന്നാലും റിസ്ക് എടുക്കുന്നില്ല. അപ്പം പെട്രോൾ അടിച്ചിട്ട് പോവാം. പിന്നെ അതിനുശേഷം ഈ ഒരു റോഡ് കഴിഞ്ഞ ശേഷം വേറെ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ 300-350 കിലോമീറ്ററോളം പെട്രോൾ പമ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി 10 ലിറ്റർ പെട്രോൾ ടാങ്ക് ഞാൻ എൻ്റെ വണ്ടിയിൽ കരുതിയത്. നമ്മളിപ്പം സൗദി ബോർഡർ കഴിഞ്ഞിട്ട് ഏകദേശം 100-120 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആദ്യത്തെ പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പെട്രോൾ അടിക്കണം, അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം, ബാത്റൂമിലൊന്ന് പോകണം, ഫ്രഷ് ആണോ. പെട്രോൾ പമ്പ് ആരും ഇല്ലേ, ഉണങ്ങിയ പെട്രോൾ പമ്പാണല്ലോ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലല്ലോ. ഫസ്റ്റ് കണ്ട പെട്രോൾ പമ്പ് കയറിയിട്ടുണ്ട്, ഒരാളും മനുഷ്യനില്ല, ഉണങ്ങിയിട്ട് പൂട്ടിയിട്ടാണെന്ന് തോന്നുന്നത്. ഫീമെയിൽ മസ്റ്റ് ചെയ്ത് ഫീമെയിൽ ടോയ്ലറ്റ് ഒക്കെ കാണുന്നുണ്ട്. വൈഫ് അങ്ങോട്ട് പോയിട്ടുണ്ട് ടോയ്ലറ്റിൽ പോയിട്ട്.
പക്ഷേ അത് ഓപ്പൺ ആണോ ഇല്ലയോ എന്നറിയില്ല. നമ്മൾ ഖത്തർ പോലെ വണ്ടി ഇട്ടിട്ട് രണ്ടാളും കൂടിയിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല, കാരണം സേഫ് അല്ല ഇവിടെ. ചിലപ്പോൾ വണ്ടി അടക്കം തിരിച്ച് വരുന്ന സമയത്ത് വണ്ടി അടക്കം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫ് പോയി വരുന്ന വരെ ഞാൻ വണ്ടിയിലിരിക്കും. വൈഫ് വന്ന ശേഷം ഞാൻ ബാത്റൂമിലേക്ക് പോകും. തൊട്ടടുത്തായിട്ടാണ് വേറൊരു പെട്രോൾ പമ്പ് ഉണ്ട്. ചെറിയ പഴയ ഒന്ന് പറയുന്നത് നാട്ടിൽ പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ പെട്രോൾ പമ്പ്. അത്തരത്തിലൊരു പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ പോയിട്ട് പെട്രോൾ അടിക്കട്ടെ, ഫില്ലാക്കട്ടെ. ഇവിടുന്ന് ചോദിച്ചു നോക്കാം ഒമാനിക്ക് തന്നെയാണെന്നുള്ളത്. കാരണം ഇവിടുന്ന് 5 കിലോമീറ്ററോളം നമ്മൾ ദുബായിലേക്ക് UAE ബോർഡറിൻ്റെ അടുത്തെത്തി. നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിക്കുകയാണ്. ഓൾമോസ്റ്റ് 3/4 ഭാഗത്തോളം പെട്രോൾ ഉണ്ട്. എന്നാലും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഫുള്ളടിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഖത്തറിനെക്കാട്ടിയും പെട്രോളിന് വില കൂടുതലാണ് കേട്ടോ. 91, അതായത് ആദ്യക്ക് നമ്മുടെ ഖത്തറിൽ 1.95 ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ 2.23 പെട്രോളിൻ്റെ റേറ്റ്. വേറെ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഇൻ്റർനാഷണൽ കാർഡ് നമ്മുടെ വിസ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവിടുത്തെ സൗദിയുടെ കാർഡ് മാത്രമാണ് അക്സെപ്റ്റ്. അവിടെ കാർഡിൻ്റെ മെഷീനൊക്കെ ഉണ്ട്. അവിടെ ചങ്ങായി 1 റിയാൽ വെച്ചിട്ട് ട്രേ ചെയ്ത് നോക്കി എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓൾറെഡി ഞാനൊരു 500 റിയാൽ കരുതിയിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കാം. പെട്രോൾ ഏതായാലും ഫുള്ളാക്കട്ടെ. ഇവിടുന്ന് മൂത്രയ്ക്കാൻ പറ്റുന്ന ബാത്റൂമും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് മൂത്രയ്ക്കാൻ ഫ്രഷാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഈ സൈഡിലായിട്ട്. നമ്മൾ അടിച്ചിരിക്കുന്ന 52 സൗദി റിയാലായി 23 ലിറ്റർ 23.32. ടോയ്ലറ്റിൽ പോയിട്ട് വന്നു എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ ഇതിലും നല്ല ടോയ്ലറ്റ് ഇപ്പോൾ ഉണ്ടാവും, നല്ല വൃത്തിയും ക്ലീൻ ആയിട്ടുള്ള. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. പെട്രോൾ പമ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തുരുമ്പ് പിടിച്ച പോലത്തെ പഴയ പെട്രോൾ പമ്പ്. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ മൂത്രമൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി മുഖം കഴുകുന്ന സമയത്തൊക്കെ വെള്ളം ഉപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഖത്തറിലൊക്കെ അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഉപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഉപ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് വരുന്നത് വെള്ളത്തിന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ച്, അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ ചോദിച്ച് ഒമാനിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. ഷെയ്ബ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഷെയ്ബ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഷെയ്ബ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ റിയാദിലോട്ടുള്ള ഡയറക്ഷനാണ് വേണ്ടത്. അപ്പോൾ റിയാദിൻ്റെ ഡയറക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടുന്ന് ഒരു യൂട്ടേൺ ഉണ്ട് നമ്മുടെ ദുബായ് ബോർഡറിൽ. അവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് ബ്രിഡ്ജിലൊക്കെ മേലോട്ട് കയറുക, നേരെ റിയാദ് പോകുന്ന വഴി ഷെയ്ബ പിടിച്ച് നേരെ ഒമാനിലോട്ട്. ഇനി അങ്ങോട്ട് പെട്രോൾ പമ്പ് ഇല്ല. 300-350 കിലോമീറ്ററോളം പെട്രോൾ പമ്പ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടത്. ഇവിടുന്ന് ഫുള്ളാക്കിയിട്ടുണ്ട്. എത്തിയിരിക്കുന്നത് സൗദി ദുബായ് UAE ബോർഡറാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് യൂട്ടർ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. ആ പെട്രോൾ പമ്പിന് ബംഗാളി പറഞ്ഞ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ബോർഡറിനടുത്ത് യൂട്ടർ അടിച്ച്, ബോർഡർ എന്ന് വെച്ചാൽ ആ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഏകദേശം ഒരു 200-300 മീറ്ററേ ഉള്ളൂ. യൂട്ടർ അടിച്ച് ഈ ഒരു പാലം കാണുന്നുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്. പാലം കയറിയിട്ട് നമുക്ക് ലെഫ്റ്റ് റിയാദ് വഴി ഷൈബ പിടിക്കാം. പണിപാളി. ഞാൻ വന്നത് റോങ് റൂട്ടിലാണ്. ഒരു 50 കിലോമീറ്ററോളം ഓടി. അത് തിരിച്ചങ്ങോട്ടേക്ക് പോവാണ്. നമ്മളിപ്പോൾ 50 കിലോമീറ്റർ തിരിച്ചിപ്പോൾ ഇത്രയും ദൂരം വന്നതുകൊണ്ട് തന്നെ അത്രയും ദൂരം തിരിച്ച് പോയിട്ട് വേണം ഇനിയിപ്പോൾ ഒമാനിൽ റോഡ് പിടിക്കാൻ വേണ്ടി. മറ്റേ പെട്രോൾ പമ്പിൽ നിന്ന് അയാൾ പറഞ്ഞത് പ്രകാരമാണ് വന്നത്. പക്ഷേ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഒരു സംശയം വരുന്ന റോഡ് തന്നെയാണെന്നുള്ളത്. അങ്ങനെ ഇവിടെ നിന്നാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ ഒരാളും മനുഷ്യനെയും കാണുന്നില്ല. എല്ലാവരും വണ്ടിയിൽ തന്നെ ഇങ്ങനെ തിരക്കിലായിട്ട് പോവാണ്. അങ്ങനെ ഒരു റോഡ് മെയിൻ്റെനൻസിൻ്റെ വണ്ടിയുണ്ട്, ഉണ്ടാകാറുണ്ട് റോഡിൻ്റെ പണിയെടുക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നേരെ പോവാം, ഒരു 50 കിലോമീറ്ററൊക്കെ പോകണം. അവിടുന്ന് ഒരു പാലത്തും, പാലത്തിൻ്റെ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ പോയാൽ ഒമാനാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് പോവാണ്. അവിടെ നമ്മൾ തിരിച്ച് ഏകദേശം 10-30 കിലോമീറ്ററോളം തിരിച്ച് വന്ന ശേഷം ഫസ്റ്റ് കാണുന്ന ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് എടുത്ത ശേഷം ഷെയ്ബ എന്നുള്ളൊരു ബോർഡ് കണ്ടു തുടങ്ങി. ആ ഷെയ്ബ ലക്ഷ്യമാക്കി പോവാണ്. ഷെയ്ബയിലേക്ക് 381 കിലോമീറ്റർ ഉണ്ട്. പെട്രോളിന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ റോങ് ആയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് യൂട്ടേൺ അടിച്ച് വന്നിട്ടുണ്ടല്ലോ. എന്നാലും എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ കൂടാതെ ഒരു 10 ലിറ്ററോളം എൻ്റെ വണ്ടിയിൽ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് എത്തിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോവാണ്. സിംഗിൾ റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെയും റഡാറും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നോക്കിയും കണ്ടു പോവാം. 110 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കങ്ങ് എത്തിക്കോളും.
നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ പേര് എന്ന് പറയുന്നത് MT ക്വാർട്ടർ എന്നാണ്. അതായത് ശൂന്യമായ പാത എന്നുള്ള ഒരു അർത്ഥം വരുന്ന MT ക്വാർട്ടർ എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര് എന്ന് പറയുന്നത്. 1000 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് സൗദി, UAE, ഒമാൻ, യമൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒറ്റവരി പാതയാണ് ഈ ഒരു MT ക്വാർട്ടർ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ഒമാനിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പകൽ പോകാൻ ശ്രമിക്കുക. കാരണം രാത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മണലൊക്കെ റോഡിൻ്റെ മുകളിലേക്ക് മൂടിക്കിടുന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് വരാം. അപകടങ്ങൾ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. സിംഗിൾ റോഡാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടികളൊക്കെ വളരെ ചുരുക്കം വണ്ടികൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി പോകും. പകൽ പോകാൻ ശ്രമിക്കുക. പകൽ പോകാനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. ഫാമിലിയൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ മൂവീസൊക്കെ പ്ലേ ചെയ്തിട്ട് അതിങ്ങനെ കണ്ടുപോവാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ കാണാനും പറ്റുന്നുണ്ട്. കാരണം വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് റോഡാണ്. വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വണ്ടികൾ പോയി വരുന്നതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമ്മൾക്കിങ്ങനെ ആ ഒരു മൂവീസിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനും പറ്റും. ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ബോറടി മാറ്റി ഇങ്ങനെ പോവാണ്. ഇവിടെയുള്ള മരുഭൂമി കണ്ടില്ലേ, ഫുള്ള് റെഡ് കളറായിട്ടാണ് വരുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം റെഡും വൈറ്റും ആയിട്ടാണ്. അത് മുന്നോട്ട് പോകുന്നതോറും അത് മുഴുവനായിട്ടും റെഡ് കളറായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഖത്തറിലുള്ള മരുഭൂമി ആയാലും വൈറ്റ് കളറാണ്. ഇപ്പം നാട്ടിൽ ഉദ്ദേശിച്ചത് ഇപ്പോൾ കടപ്പുറത്ത് പോയാലും അല്ലെങ്കിൽ നമ്മുടെ ഗുജറാത്തിലല്ലേ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള മരുഭൂമികളിലൊക്കെ ആയാലും വൈറ്റ് സാൻഡാണ്. പക്ഷേ ഇവിടെ ഒരു റെഡ് സാൻഡാണ് വരുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനി ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തും. അപ്പം നമുക്കും കൂടി ഒരു അറിവായിട്ട് മാറുമല്ലോ. ഫുള്ള് റെഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ല, ഫുള്ള് റെഡായി. റെഡ് സാൻഡായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ലോങ് ജേണിയുടെ യാത്രക്കിടയിൽ ഷൈബ എത്തുന്നതിന് ഏകദേശം 60-70 കിലോമീറ്ററേ ഉള്ളൂ. ഷൈബയിലേക്ക് നമ്മൾ പെട്രോൾ പമ്പ് എത്തി. പെട്രോൾ അടിക്കാണ്. ഇവിടെ നിന്നൊരു 240-250 കിലോമീറ്റർ, 300 ഉള്ളിലേക്ക് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഒമാൻ ബോർഡറിലേക്ക്. ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഒമാൻ ബോർഡർ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം. ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കണം. വണ്ടിക്കൊന്ന് റെസ്റ്റ് കൊടുക്കണം. ഒന്ന് ഫ്രഷ് ആവണം. ബാത്റൂമിലൊന്ന് പോയിട്ട് ഫ്രഷ് ആവണം. ഈ ഒരു പെട്രോൾ പമ്പ് കുറച്ച് സ്റ്റാൻഡേർഡാണ്. നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 135 റിയാൽ, സൗദി റിയാലിൻ്റെ പെട്രോളാണ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാർഡ് അക്സെപ്റ്റ് ചെയ്തു. പള്ളിയുടെ സൈഡിൽ വണ്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു തണലില്ല കേട്ടോ. ഫുള്ള് വെയിൽ. 2-3 ഷോപ്പുകളുണ്ട്. പക്ഷെ നല്ല വെയിൽ. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ ഒരു കോഫി മഹാൽ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഈ വെയിലത്ത് നിർത്തിയിട്ട് വേണം ചോറ് വയ്ക്കാൻ. അപ്പോൾ ഇറച്ചി ചോറാണ് നമ്മൾ കൊണ്ടുവന്നത്. വണ്ടിയുടെ ബാക്കിൽ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ഓരോ ഓപ്ഷൻ ഇല്ല. തണലൊന്നുമില്ല. വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടിരുന്നിട്ട് കഴിക്കൽ തന്നെ. ചോറൊക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം 1:30 മണിയായി. അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് തിരക്കുക. അപ്പോൾ എല്ലാം പതുക്കെ പോയാൽ മതി. ഒരു 3 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 2:30, 3:30, 4:30, ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും ഒമാൻ ബോർഡർ എത്തുമെന്ന് വിചാരിക്കുന്നത് മാക്സിമം. ഒറ്റ വരി പാതയായതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ കാണാൻ പറ്റും. വലിയ ട്രക്കുകൾ മുതൽ ചെറിയ കാറുകൾക്കൊക്കെ വരെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെറിയൊരു ഏരിയ താറിട്ടിട്ട് പാർക്കിംഗ് സ്ലോട്ടായിട്ട് അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. Excuse me, ladies and gentlemen.
റെഡ് സാൻഡ്, ചുവന്ന മരുഭൂമി. എവിടെ നോക്കിയാലും ചുവന്ന മരുഭൂമി, ഫുള്ള് റെഡ് സാൻഡാണ് ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് റെഡ് സാൻഡ് ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ 12 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ ഇതേ ഒമാൻ ബോർഡറിലെത്തി. രാവിലെ 3 മണിക്കല്ല, എത്ര മണിക്കൂർ പുറപ്പെട്ട് നമ്മൾ 2:30 4:30, അപ്പോൾ 14 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ബോർഡറിലെത്തിയിട്ടുണ്ട്. നമ്മൾ സൗദി ബോർഡറിൽ എക്സിറ്റ് ആകാൻ പോകുന്നത്, ഇനി ഒമാനിലോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ വീണ്ടും സൗദിയിൽ നിന്ന് എക്സിറ്റ് ആയി. അതായത് ഇന്ന് രാവിലെ സൗദിയിൽ എൻ്റർ ചെയ്തു. അതായത് വൈകിട്ട് ഇപ്പോൾ സമയം 4 മണിയാകുമ്പോൾ എക്സിറ്റ് ആയി. നേരെ ഒമാനിലോട്ട് പോകുന്നത്. ഇത് എൻ്റെ GCCയിലെ 5ാമത്തെ കൺട്രി. 6 രാജ്യങ്ങളാണ് GCC ഉള്ളത്. ഫാമിലിയായിട്ട് 5 രാജ്യങ്ങൾ കണ്ടു. കുവൈത്ത് മാത്രമാണ് കാണാത്തത്. ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 16 17ാമത്തെ രാജ്യമായി എൻ്റെ ഒരു കളക്ഷനിൽ. അങ്ങനെ സുൽത്താൻ ഓഫ് ഒമാനിലോട്ട് പ്രവേശിക്കുകയാണ്. ഇപ്പോഴും സൗദി അണ്ടറിലുള്ളത്. ഇപ്പോൾ ഇതേ സൗദിൻ്റെ എക്സിറ്റ്, അതായത് പാസ്പോർട്ടൊക്കെ എക്സിറ്റ് ചെയ്ത് ആ ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത് ഇന്നേരെ ഒമാനിലേക്ക് കാണാം. ഇപ്പോൾ കഴിഞ്ഞ എമിഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഇതാണ് കേട്ടോ. ചെറിയൊരു സൗദിയുടെ എമിഗ്രേഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഖത്തർ ടു ഇപ്പോൾ സൗദിയിൽ വലുതായിരുന്നു. വലിയ ആളും തിരക്കും ബഹളമൊക്കെ ഉണ്ട്. ഇവിടെ ആരും ഇല്ലായിരുന്നു. ആകെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാസഞ്ചറായിട്ട്, നമ്മുടെ വണ്ടി മാത്രം. അപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്തു. നേരെ ഒമാനിൽ എത്തിയെന്ന് തോന്നുന്നു. റോയൽ ഒമാൻ പോലീസ്. യെസ്, ഒമാനിലെത്തി. ഞാൻ കാണിച്ചുതരാം. വെൽക്കം ടു സുൽത്താൻ ഓഫ് ഒമാൻ. ഒമാനിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഖത്തർ ID വെച്ചിട്ടാണ്. ഖത്തർ ID ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ എൻട്രിയാണ്. 2 ആഴ്ചത്തെ ഫ്രീ വിസയാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ പാസ്പോർട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ 50 റിയാൽ ചാർജ് ഈടാക്കും. ഖത്തർ റിയാൽ 50 റിയാൽ, അതായത് 5 ഒമാനി റിയാൽ. അപ്പോൾ നമ്മുടെ ഇപ്പം ഖത്തർ ID വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചത്തെ വിസ ഓൺ അറൈവിൽ നമുക്ക് കിട്ടും. 14 ദിവസത്തെ വിസയാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഒമാനിൽ കയറാം. ഞാൻ നേരെ നമ്മുടെ കസ്റ്റംസ് അല്ലെങ്കിൽ എമിഗ്രേഷനിലോട്ട് പോയി. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഇൻഷുറൻസ് എടുത്തിട്ട് അപ്പോൾ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു പോവാണ്. അവിടെയാണ് ഓഫീസ് വരുന്നത്. അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പം മൊത്തം ചുറ്റുണ്ട് വരുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് യൂട്ടർ കാണുന്നില്ല ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം വന്നിട്ട് നേരെ പോയി നമ്മുടെ എമിഗ്രേഷനിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ പോലീസുകാർ പറഞ്ഞു ആദ്യം ഇൻഷുറൻസ് എടുക്കണം, വണ്ടിയുടെ ഇൻഷുറൻസ്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഇതുണ്ട്, ബിൽഡിംഗ് കാണുന്നത്, അവിടെയാണ് തോന്നുന്നു. അപ്പോൾ അവർ എന്നെ അവിടെ നിന്ന് തിരിച്ച് യൂട്ടർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. തിരിച്ച് ഇതിലേ ചുറ്റി വളഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ പോകണം, ഈ ഒരു ബിൽഡിങ്ങിലേക്ക് പോകണം. അവിടുന്ന് വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തിട്ട് വേണം നേരെ നമ്മുടെ എമിഗ്രേഷനിലോട്ട് പോകാൻ. ഒമാൻ്റെ എമിഗ്രേഷൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയൊരു എമിഗ്രേഷൻ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെയാണുള്ളത് ഒമാൻ്റെ സൈഡിൽ. ഈ കാണുന്ന റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്ത് 10 ദിവസത്തേക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒമാനി റിയാൽ തന്നെയാണ്. പക്ഷേ ഒരു റിയാലിന് ഇവിടുത്തെ ഒമാനി റിയാലിന് നമ്മുടെ ഖത്തറിൻ്റെ 9.50 കിട്ടും. ടോട്ടലി ഇവിടുത്തെ 15 ഒമാനി റിയാലാണ് വന്നിരിക്കുന്നത്. അതായത് 150 സൗദി റിയാൽ. ഇവിടുത്തെ ഓഫീസുകൾ കണ്ടിട്ടില്ലേ, ഇത്തരത്തിൽ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ. അത് മിനിമം 10 ദിവസത്തെ ഇൻഷുറൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 10 ദിവസത്തെ ഇൻഷുറൻസ് കിട്ടിയപ്പോൾ നേരെ തിരിച്ച് വീണ്ടും നമ്മുടെ കസ്റ്റംസിലോട്ട് പോകും. ഇത് കാണിച്ചു കൊടുക്കും. ഫ്രീ വിസയാണ്. നേരെ പുറത്തായിട്ട് വന്നു. അങ്ങനെ നമ്മുടെ വിസ സ്റ്റാമ്പ് അടിച്ചു. 14 ദിവസത്തെ വിസ കിട്ടി. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഖത്തർ ID ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒമാനിൽ കയറാൻ പറ്റി. അങ്ങനെ വിസ എവിടെയാണ് സ്റ്റാമ്പ് അടിച്ചതെന്ന് കാണുന്നില്ല. എൻട്രി ഇതാണെന്ന് തോന്നുന്നു, ഇതാണെന്ന് തോന്നുന്നു. അതിന് നമ്മുടെ ഇൻഷുറൻസും ഫോട്ടോകോപ്പിയും ID കോപ്പി എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ ഇതുവരെ നമുക്ക് ഇതെടുത്തിട്ടില്ല. അതായത് ഐ ടെസ്റ്റോ അല്ലെങ്കിൽ ഫിംഗറിൻ്റെ ഫോട്ടോസോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ചെക്ക് പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ എമിഗ്രേഷനിലെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് ചെക്ക് പോയിന്റ് വന്നുകൊണ്ടാണ് ക്യാമറ കട്ട് ചെയ്തത്. അപ്പോൾ പുള്ളി വന്നിട്ട് വണ്ടിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചു, എത്ര ആളുണ്ടെന്ന് വെച്ചു. ഫസ്റ്റ് ക്ലാസ് അടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിംഗർ ഫോട്ടോസ് ഇല്ല, നമ്മുടെ ഫേസിൻ്റെ ഫോട്ടോസ് ഇല്ല, ഐ ടെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. 14 ദിവസത്തെ ഫ്രീ വിസ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു സിം കാർഡ് എടുക്കണം, കാരണം ഒരാഴ്ചയോടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക്കൽ സിം കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് പോകണം. അപ്പോൾ ഒരു നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ സിം കാർഡ് വേണം. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്, പോയി നോക്കട്ടെ. അവിടെ സിം കാർഡ് ഉണ്ടെങ്കിൽ അവിടുന്ന് സിം കാർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ അവിടെ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് അപ്പോഴത്തെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു കോഫി ഷോപ്പ് ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ നാടൻ കേരള വിഭവങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സിം കാർഡ് വാങ്ങിക്കുകയാണ്. ഇവിടെ സിം കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് ഒരു സിം കാർഡ് വാങ്ങിക്കാം. ഇതാണ് ഇവിടുത്തെ പാക്കേജ്. 13 ഒമാൻ റിയാലിന് 25 GB, ഈ 15 ഒമാൻ റിയാലിന് 25 GB എന്നൊക്കെ. 13 15 150 റിയാലായിട്ടാണ്. നമ്മുടെ ഖത്തർ റിയാൽ 12 ഒമാൻ റിയാൽ 120, 11 110. ഏതായാലും ഈ 25 GB എടുക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ 150 റിയാൽ ഖത്തർ റിയാൽ കൊടുത്തിട്ട് ഇപ്പോൾ അതെ എനിക്ക് 3, അതായത് 30 ഖത്തർ റിയാലിന് 120 റിയാലാണ് സിമ്മിന് വന്നത്. 120 കഴിച്ച് 30 ഖത്തർ റിയാലിന് 3 ഒമാനി ദിർഹം. ഇത് ഒരു ഒമാനി റിയാൽ പോലെ തന്നെ ഒമാനി റിയാൽ. ഇതിന് 50 പൈസ, നമ്മൾ ഖത്തറിൽ 50 പൈസ 8 അണ.
ആട്ടണക്ക ഇതാണ് നോട്ടുകളാണ്, വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നോട്ട് കൊടുക്കുന്നത്. ഞാൻ പാസ്പോർട്ട് എടുത്ത് കൊടുക്കട്ടെ, എന്നിട്ട് സിം കാർഡ് വാങ്ങിക്കട്ടെ. അപ്പോൾ അത് ബോർഡറിൽ നിന്ന് സിം കാർഡൊക്കെ വാങ്ങിച്ച് നേരെ പോകുന്ന ഇബിരിയിലേക്കാണ്. ഇബിരിയിലാണ് റൂം എടുത്ത് താമസിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ഇബിരിയിലേക്ക്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിക്കാം. റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നും അറിയില്ല, നോക്കാം. അതുപോലെ തന്നെ സലാല നാളെയാണ് പോകുന്നത്, കാരണം നല്ല ടയർഡാണ്. ഫുള്ള് ഏകദേശം എത്രയായി 1000 കിലോമീറ്ററോളം ഓടിയിരുന്നത് ഒരു ദിവസം. ഇനിയിപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള 150 കിലോമീറ്റർ കൂടി കുടിക്കാൽ അത്യാവശ്യമായി 1000-ന്റെ മുകളിലായി. മുമ്പ് ഒമാനിലോട്ട് പോകണമെങ്കിൽ ദുബായ് വഴിയാണ് ഒമാനിലോട്ട് പോകാറുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് സൗദി വഴി തന്നെ നേരെ ഒമാനിലോട്ട് കിടക്കാൻ പറ്റും. അതിലാണ് ഈ MT ക്വാർട്ടർ എന്ന് പറഞ്ഞ റോഡ് ഉള്ളത്. അപ്പോൾ അത് വഴി നേരെ ഒമാനിലെത്തിയിട്ടുണ്ട്. ഈ ഒമാനിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ടൗൺ വരുന്നത് ഇബിരി എന്ന് പറഞ്ഞ ടൗണാണ്. ഇബിരി ഒമാൻ ബോർഡറിൽ നിന്ന് 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്കൊന്നും സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ റോഡ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ നേരെ ഇബിരി ടൗണിൽ പോയിട്ട് അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. ഒമാനിൽ എത്തിക്കഴിഞ്ഞാൽ സമയത്തിന് 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഖത്തറും സൗദി ഒരേ ടൈം ആണെങ്കിൽ ഒമാനിൽ 1 മണിക്കൂർ കൂടുതലാണ്. അതായത് ഇപ്പോൾ സമയം 5:30 മണിയാണ് എൻ്റെ വാച്ചിൽ കാണിക്കുന്നത്. അതായത് ഇവിടെ ഒമാനിൽ 6:30 മണിയായി നടത്തും. ഇബിരി ടൗൺ അടുക്കുന്നതോടും നമുക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇബിരി എത്താറായി എന്നർത്ഥം. ഇനി ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കണം. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഇതിന് മുമ്പ് വന്നിട്ട് റൂം എടുത്ത റൂമിലോട്ടാണ് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. അതിലേക്കാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നതും. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന് മുമ്പിലെത്തി. ഏകദേശം 1150 കിലോമീറ്ററോളം ഞാൻ ഇന്ന് ഓടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഹോട്ടലാണ് ഇബിരിയിലുള്ള ഈ ഒരു ഹോട്ടലിൽ. ഇപ്പോൾ റൂം കാണാൻ വന്നിരിക്കുകയാണ്. ഫാമിലി താഴെയുണ്ട്. കൺഫേം ആക്കുന്നതിന് മുമ്പ് ഇതിന് ഇവർ പറഞ്ഞിരിക്കുന്ന ചാർജ് എന്ന് വെച്ചാൽ 10 റിയാൽ, അതായത് ഖത്തറിലെ 100 റിയാൽ മതിയല്ലേ. നാളെ രാവിലെ എണീച്ച് പോകാണല്ലോ. ഇവിടുന്ന് നേരെ സലാലയിലേക്ക് പോകണല്ലോ. അപ്പോൾ ഇവിടുന്ന് നേരെ നാളെ രാവിലെ ഇറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ അധികം വലിയ റൂമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊരു പഴയ സിറ്റിയാണ്, അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടലുകൾ ഉണ്ടാവുള്ളൂ. അപ്പം കുഴപ്പമില്ല, ഒരു എക്സ്ട്രാ ബെഡ് കിട്ടണമെങ്കിൽ അതും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാവും. ബാത്റൂം കൂടി നോക്കട്ടെ. നല്ല വലിപ്പമുള്ള ബാത്റൂം. അപ്പോൾ ഏതായാലും എടുക്കാം. ഒരു എക്സ്ട്രാ ബെഡിന് എത്ര ചാർജ് ഇടാക്കെന്ന് അറിയില്ല, അതും കൂടി ചോദിച്ചു നോക്കാം. സെറ്റായി. പിന്നെ പുറത്ത് തന്നെ നല്ല ക്യാപ്സിയും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോട്ടൽ താമസിക്കുന്ന അൽമാജിദ് ഹോട്ടൽ. അതിൻ്റെ ബിൽഡിംഗ് ആണിത്. ഞാൻ പറഞ്ഞ നേരത്തെ ക്യാപ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്യാപ്സിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബസാർ തന്നെയാണ്. ഇവിടെ ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ ഖത്തറിലൊക്കെ ഉള്ളത്. അത്തരത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം, അതായത് നാളത്തെ ദിവസം ഒമാനിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏതായാലും അത് കാണുന്നവരെ ഒരു ബൈ, ഗുഡ് നൈറ്റ്.